ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ബോർഡ് മാസ് എന്നുള്ള ടോപ്പിക്കാണ്. ബോർഡ് മാസ് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ പുതിയതായി തുടങ്ങിയ ചാനലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ കാണുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ. ഇതുപോലുള്ള വീഡിയോസൊക്കെ അടുത്ത നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് ബോർഡ് മാസ് എന്നുള്ള ടോപ്പിക്കാണ്. ഇതിലാദ്യം ബോർഡ് മാസിൽ എന്താണ് ഓരോന്നും ആദ്യം മനസ്സിലാക്കണം. ബി ഉദ്ദേശിക്കുന്നത് ബ്രാക്കറ്റുകളെയാണ്. ബ്രാക്കറ്റുകൾ 3 ടൈപ്പ് ബ്രാക്കറ്റുകളുണ്ട്. അതാണ് ബി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ബോർഡ് മാസിൽ നെക്സ്റ്റ് വരുന്നത് ഒ ആണ്. ഒ എന്ന് ഉദ്ദേശിക്കുന്നത് ഓഫ്, അതായത് ബ്രാക്കറ്റിനുള്ളിൽ വരുന്ന വേർഡ്സിനെ മീൻസ് നമ്പേഴ്സ് ഇൻറ്റു ചെയ്യുക എന്നുള്ളതാണ് ഓഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇതിൽ എക്സാമ്പിൾ 3/2, അതായത് 3 × 2 എന്നാണ് ഉദ്ദേശിക്കുന്നത് 6. അങ്ങനെ ബ്രാക്കറ്റിനകത്ത് വരുന്ന ഇൻറ്റു ആണ്. നെക്സ്റ്റ് വരുന്നത് ഡി ആണ്. ഡി എന്ന് പറയുന്നത് ഡിവിഷൻ ആണ്, അതായത് ഹരണം. നെക്സ്റ്റ് വരുന്നത് എം, മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു ചെയ്യുക. എ വരുന്നത് അഡീഷൻ. എസ് വരുന്നത് സബ്സ്ട്രാക്ഷൻ. അതായത് ബോർഡ് മാസിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റൂളാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിയെങ്കിൽ ചെയ്യേണ്ടത്. ആദ്യം ബി ഉണ്ടോ നോക്കുക, ഓ ഉണ്ടോ നോക്കുക, പിന്നെ ഡിവിഷൻ ചെയ്യുക, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, പിന്നെ അഡീഷൻ ചെയ്യുക, പിന്നെ സബ്സ്ട്രാക്ഷൻ ചെയ്യുക. അതാണ് ബോർഡ് മാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ റൂൾ ഫോളോ ചെയ്താൽ നമുക്ക് സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കൊരു നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ 3 × 2 ഡിവൈഡഡ് ബൈ 2 -4 + 5 × 2ൻ്റെ വില എന്ത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇത് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യല്ല വേണ്ടത്. അതായത് 3 × 2 ചെയ്യുക, അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, പിന്നെ -4 ചെയ്യുക, പിന്നെ 5 കൂട്ടുക, 2 ഇൻറ്റു ചെയ്യുക, അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഡയറക്റ്റായി ഇക്വേഷൻ അപ്ലൈ ചെയ്ത് പോവാതെ നമ്മളിങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയ ബോർഡ് മാസ് ആണ് ചെയ്യുന്നത്. അതായത് ഇത് ചെയ്യണതിനൊരു റൂളുണ്ട്. ആ റൂളാണ് ബോർഡ് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ബോർഡ് മാസ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ആദ്യം ബി ഉണ്ടോ നോക്കുക. മീൻസ് ബ്രാക്കറ്റ് ഈ ക്വസ്റ്റ്യനകത്തുണ്ടോ നോക്കുക. ഈ ക്വസ്റ്റ്യനകത്ത് ബ്രാക്കറ്റുകളൊന്നും വരുന്നില്ല, അപ്പോൾ അത് സ്കിപ്പ് ചെയ്തു. നെക്സ്റ്റ് വരുന്നത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വല്ല വാല്യൂ ഉണ്ടോ നോക്കുക, വല്ല എമൗണ്ട് എന്തെങ്കിലും തന്നിട്ടുണ്ടോ നോക്കുക. അതൊന്നും തന്നിട്ടില്ല, അപ്പോൾ അത് ഒഴിവാക്കുക. നെക്സ്റ്റ് വരുന്നത് ഡിവിഷനാണ്. ഡിവിഷൻ ചെയ്യാൻ ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ ഡിവിഷനാണ് വരുന്നത്. ഇതിൽ ഡിവിഷൻ ഉണ്ട് ചെയ്യാൻ. 2/2 ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഡിവിഷനാണ്. 2 ആയിരിക്കണം 2 അതായത് 1. നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് 2 ആയിരിക്കണം 2 ചെയ്യുക, അതായത് ഡിവിഷൻ ചെയ്യുക. അപ്പോൾ നമ്മൾ അതേപോലെ എഴുതി 3 × 2/2 = 1 -4 + 5 × 2 ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഡിവിഷൻ കഴിഞ്ഞാൽ വരുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ നോക്കുക. മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്. 3 × 1 ഉണ്ട്, 5 × 2 ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 3 × 1 എത്രയാണ് 3ഉം 5 × 2 10 ആണ്. അപ്പോൾ അത് നമുക്ക് എഴുതിയെടുക്കാം. ഫസ്റ്റ് 3 × 1 3 -4 + 5 × 2 10. അപ്പോൾ ആ സ്റ്റെപ്പ് കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് അഡീഷനാണ്. ഇനി നമ്മൾക്ക് ഇതിലെന്തെങ്കിലും കൂട്ടാനുണ്ടോ നോക്കാം. നെക്സ്റ്റ് വരുന്നത് കൂട്ടാനാണ്. 3 -4 + 10ൽ കൂട്ടാൻ വരുന്നത് 4 + 10 അല്ല, ഇവിടെ 4 കിടക്കുന്നത് മൈനസാണ്. അപ്പോൾ ഇവിടെ പ്ലസ് ആയി കിടക്കുന്നത് 3ഉം 10ഉം ആണ്. അതായത് 10 3 13 -4. ലാസ്റ്റ് സ്റ്റെപ്പ് സബ്സ്ട്രാക്ഷൻ. 13 4 പോയി കഴിഞ്ഞാൽ 9. അപ്പോൾ ഇത്രയുള്ള ആൻസറായിട്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ബോർഡ് മാസ് അതിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ആ ഓർഡർ അനുസരിച്ച് ഇങ്ങോട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്കതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 150 - 75 ഡിവൈഡഡ് ബൈ 5 × 5. ഓക്കെ, ഇതിൽ നമ്മൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നിന്നിട്ട് ആൻസർ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ബോർഡ് മാസ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് ബ്രാക്കറ്റുകൾ ഉണ്ടോ നോക്കുക, ബ്രാക്കറ്റുകളില്ല. ഓഫ് ഉണ്ടോ നോക്കുക, ഓഫ് ഇല്ല. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത് ഡിവൈഡ് ചെയ്യാനാണ്. 75 ഡിവൈഡഡ് ബൈ 5 ആണ്. അപ്പോൾ നമ്മൾ 75നെ 5 ആയിട്ട് ഹരിക്കുക. 150 അതുപോലെ എഴുതി. -75നെ 5 കൊണ്ട് ഹരിച്ചാൽ 15 × 5. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ഹരണം കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഗുണനാണ് എടുക്കുന്നത്. അതായത് എം, മൾട്ടിപ്ലിക്കേഷൻ ആണ്.
ഇവിടെ ഗുണനം വരുന്നത് 150 മൈനസ് 15 ഇൻറ്റു 5 എന്ന് പറയുന്നത് 75. നെക്സ്റ്റ് വരുന്നത് അഡീഷൻ ഒന്നുമില്ല, നേരെ വരുന്നത് സബ്സ്ട്രാക്ഷനാണ്. 150 75 പോയാൽ 75. ആൻസർ കിട്ടി. സിമ്പിളായിട്ട് നമുക്കിതിൻ്റെ ആൻസർ കിട്ടും. ഈ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് അത് ബോർഡ് മാർക്സ് അപ്ലൈ ചെയ്യണം വേണ്ടത്. ഒരു സ്പെല്ലിംഗ് എടുക്കുക, അത് എന്താണെന്ന് മനസ്സിലാക്കുക, അത് ക്വസ്റ്റ്യനകത്ത് ചെയ്യുക, അത് ഫസ്റ്റ് ചെയ്യുക. അങ്ങനെ ഓർഡർ അനുസരിച്ച് ഈ ഒരു റൂളിൽ ചെയ്തു പോയാൽ നമുക്കതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ തരാം. അത് ജസ്റ്റ് ചെയ്ത് നോക്കൂട്ടാ. 2 കൂട്ടണം, ഇതിൽ ബ്രാക്കറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ബ്രാക്കറ്റൊക്കെ തന്നിട്ടുള്ളതാണ് ഞാൻ ഈ ക്വസ്റ്റ്യനിൽ ഇട്ടിരിക്കുന്നത്. ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതിലപ്പോൾ ബ്രാക്കറ്റ് വരുമ്പോൾ നിങ്ങൾ ആദ്യം ബ്രാക്കറ്റിനുള്ളിലുള്ളത് ചെയ്യുക. പിന്നെ വേണം നമ്മൾ ഡിവിഷനോ സബ്സ്ട്രാക്ഷനോ മൾട്ടിപ്ലിക്കേഷനോ അഡീഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ആദ്യം ബ്രാക്കറ്റിനകത്ത് വരുന്നത് ചെയ്ത് നോക്കുക, ചെയ്ത് വെക്കുക, എന്നിട്ട് ബാക്കിയുള്ളത് ചെയ്യുക കേട്ടോ. ബ്രാക്കറ്റിൽ തന്നെ ഓർഡർ ഉണ്ട്. ഫസ്റ്റത്തെ ബ്രാക്കറ്റിനുള്ളത് ആദ്യം ചെയ്യുക, പിന്നെ സെക്കൻഡ് ബ്രാക്കറ്റ്, പിന്നെ തേർഡ് ബ്രാക്കറ്റ്. അത് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് ഓരോന്നും ചെയ്ത് നോക്കുക. ഇത് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നതും, മനസ്സിലായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.